50% of cancers in India are still because of addiction. സർ, യുവാക്കൾക്ക് ജീവന് ഭീഷണിയായ രോഗങ്ങൾ വരുമോ, അതോ അതൊരു മിഥ്യയാണോ? തീർച്ചയായിട്ടും അതൊരു മിഥ്യയല്ല, ഒരു ഫാക്റ്റാണ്. മദ്യവും പുകയിലയും ഈ കോംബോ ക്യാൻസറിന് കൂടുതൽ സാധ്യത കൂട്ടുന്നുണ്ടോ? തീർച്ചയായും പഠനങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കൊസേഷൻ, അസോസിയേഷൻ. ഡോക്ടറിനെ കാണുന്നതിന് പകരം ഇപ്പൊ പല ആളുകളും ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ഈ ഒരു ട്രീറ്റ്മെന്റിനെ എഫക്ട് ചെയ്യുന്നത്? ഓൺകോളജിസ്റ്റിന്റെ രീതിയിൽ മാത്രമല്ല, ഏതൊരു സ്പെഷ്യലിസ്റ്റും ഇപ്പൊ നേരിടുന്ന ഒരു വലിയ സംഭവമാണ്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നും അറിയാത്തതാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാം അറിയുന്ന ഒരാളാണെങ്കിലും കുഴപ്പമില്ല. ഒരു അല്പജ്ഞാനമാണ് നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ നമ്മളൊരു സാധനം സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ ദിവസവും ചൂടുള്ള ചായ കുടിക്കുന്നത് അപകടമാണോ? അത് ക്യാൻസറിലേക്കുള്ള വഴി ഉണ്ടാക്കുന്നുണ്ടോ? അത്